ഇനി ഫംഗസ് രോഗങ്ങളാണ്. ഫംഗസ് അഥവാ ഫഞ്ചി എന്ന് പറഞ്ഞാൽ പാത്തോജനിക്കാണ്. പിന്നെ ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫഞ്ചി കോസ് ഡിസീസസ്. ഫംഗസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളാണ് പ്രധാനമായിട്ടും രോഗങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 2 ഫംഗസ് രോഗങ്ങളാണ്. ഒന്ന് വട്ടച്ചൊറി, വേറൊന്ന് അത്ലറ്റ്സ് ഫൂട്ട്. വട്ടച്ചൊറി, അത്ലറ്റ്സ് ഫൂട്ട് എന്നിവ 2 ഫംഗസ് രോഗങ്ങളാണ്. ഈ വട്ടച്ചൊറി എന്ന് പറഞ്ഞാൽ റിംഗ് വേമാണ്. വട്ടച്ചൊറി പ്രധാനമായിട്ടും മാനിഫെസ്റ്റ് ആസ് അറൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിൻ. നല്ല ചുവന്ന ത്വക്കിൽ രൂപപ്പെടുന്ന ചുവന്ന വട്ടത്തിലുള്ള തിണർപ്പുകളായിട്ടാണ് വട്ടച്ചൊറി കാണപ്പെടുന്നത്. സമ്പർക്കത്തിലൂടെയാണ് രോഗം പകരുന്നത്. അത്ലറ്റ്സ് ഫൂട്ട് എന്ന് പറഞ്ഞാൽ മലിനജലം, മണ്ണ് ഇവയിലൂടെ പകരുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട്. ഇത് കാൽവിരലുകൾക്കിടയിൽ അടിയിലും അതേപോലെ പാദങ്ങൾക്കടിയിലും അത് ചുവന്ന ശൽക്കങ്ങൾ പോലെ തോലിങ്ങനെ അടർന്ന് നിൽക്കുക, അതേപോലെ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത്. 2 types of fungal diseases are ringworm and athlete's foot. Ringworm manifests as round red blisters on the skin spread through contact. നമുക്കത് ഹൈജീനിലൂടെ അല്ലേ, പേഴ്സണൽ ഹൈജീൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. വ്യക്തി ശുചിത്വം വഴി നമുക്കിതെല്ലാം നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ അത്ലറ്റ്സ് ഫൂട്ട് മാനിഫെസ്റ്റ് ഓൺ ദ സോൾ ഓഫ് ദ ഫൂട്ട് എന്നാൽ കാൽപാദങ്ങൾക്കടിയിൽ, ബിറ്റ്വീൻ ദ ടോസ് വിരലുകൾക്കിടയിലും. അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കാലി റാഷസ് വിച്ച് കോസ് ഇച്ചിങ്സ്, ചുവന്ന ശലക്കങ്ങളായിട്ട് രൂപപ്പെടുകയും അതേപോലെ ചൊറിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് പ്രധാന സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് സോയിൽ, മലിനമായ ജലം അതേപോലെ മണ്ണ് ഇവയിലൂടെയാണ് നമുക്ക് ഈ 2 രോഗങ്ങളും പകരുന്നത്. ഇതും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അത്ലറ്റ്സ് ഫൂട്ടും അതേപോലെ റിംഗ് വേമും 2 ഫംഗസ് രോഗങ്ങളാണ്, ഫംഗൽ ഡിസീസസ് ആണ്. അടുത്തത് പ്രോട്ടോസോവയാണ്. പ്രോട്ടോസോവ ബാക്ടീരിയകളെ പോലെ തന്നെ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസം തന്നെയാണ്. അതേപോലെ ഏകകോശ ജീവികളാണ് പ്രോട്ടോസോവകൾ. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ് നമുക്ക് മലമ്പനി രോഗം ഉണ്ടാക്കുന്നത്. മലേറിയ ഈസ് ഡിസീസ് കോസ്ഡ് ബൈ എ പ്രോട്ടോസോവ കോൾഡ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ് നമുക്ക് മലമ്പനി മലേറിയ രോഗം ഉണ്ടാക്കുന്നത്. ഈ മലേറിയ രോഗാണു എന്ന് പറഞ്ഞാൽ പ്ലാസ്മോഡിയത്തിനെ വഹിച്ചുകൊണ്ട് പോകുന്നത് അനോഫിലസ് മോസ്കിറ്റോസ് ആണ്. വെക്ടേഴ്സ് എന്നറിയപ്പെടുന്നത് അനോഫിലസ് മോസ്കിറ്റോസുകളാണ്. അനോഫിലസ് കൊതുകുകൾ, അനോഫിലസ് പെൺകൊതുകുകളാണ്. അവർ എവിടെ എത്തിക്കും, മനുഷ്യരിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. അനോഫിലസ് കൊതുകുകളാണ് ഇവയെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത് വിറയലോട് കൂടിയ പനി, അമിതമായ വിയർപ്പ്, ഛർദി, വയറിളക്കം, തലവേദന, വിളർച്ച എന്നിവയാണ് ഇവയുടെ പ്രധാന ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നത്. വിറയലോട് കൂടിയ പനി, അമിതമായ വിയർപ്പ്, ഛർദി, വയറിളക്കം, തലവേദന, വിളർച്ച എന്നാൽ അനീമിയ. അപ്പോൾ മലേറിയ പാത്തോജൻ്റെ പേരാണ് പ്ലാസ്മോഡിയം. അതിൻ്റെ വെക്ടറാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ്. ഇതിൻ്റെ ഹോസ്റ്റ് ഹ്യൂമൺ ആണ്. അപ്പോൾ വെക്ടർ എത്തിക്കുക, രോഗാണുവിനെ മനുഷ്യരിലേക്ക് എത്തിക്കുന്നവരാണ് വെക്ടർ എന്ന് പറയുന്നത്. സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത് ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, വിറയലോട് കൂടിയ പനിയാണ്. അതിൻ്റെ പ്രൊഫ്യൂസ് സ്വെറ്റിങ്, ശരീരം എപ്പോഴും വിയർത്തുകൊണ്ടിരിക്കുക. ഹെഡ് ഏക്ക്, തലവേദന, വോമിറ്റിംഗ്, ഛർദി, ഡയോറിയ, വയറിളക്കം ആർ ദ മേജർ സിംറ്റംസ്. ഇതെല്ലാമാണ് പ്രധാന സിംറ്റംസ് ആയിട്ട് കണ്ടുവരുന്നത്. മലമ്പനി രോഗിയെ കടിക്കുന്ന അനോഫിലസ് കൊതുക് രോഗിയുടെ രക്തവും ഒപ്പം മലമ്പനി രോഗകാരിയെയും വലിച്ചെടുക്കുന്നു. എന്നിട്ട് മറ്റൊരാളെ കടിക്കുമ്പോൾ അയാളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്നതോടൊപ്പം പ്രതിഫലമായി രോഗകാരിയായ പ്രോട്ടോസോവയെയും നൽകുന്നു. ദിവസങ്ങൾ കഴിയുമ്പോൾ അയാളും മലമ്പനി രോഗിയായി മാറുന്നു. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് മലമ്പനി രോഗത്തിന് കാരണം. അനോഫിലസ് പെൺകൊതുകുകളാണ് ഇവയുടെ വാഹകർ. മനുഷ്യനാണ് ആതിഥേയ ജീവി. വിറയലോട് കൂടിയ പനി, അമിത വിയർപ്പ് എന്നിവയാണ് മലമ്പനിയുടെ മുഖ്യ ലക്ഷണങ്ങൾ. അനുബന്ധമായി തലവേദന, ഛർദി, വയറിളക്കം, വിളർച്ച
എന്നിവയും ഉണ്ടാകാം.